78ാം സ്വാതന്ത്ര്യദിനത്തിൽ പൊറ്റശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ MLA ശാന്തകുമാരി ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തിൽ കനൽ സ്മൃതി 2024 എന്ന പേരിൽ വിപുലമായ പരിപാടികളുമായി പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ പൊറ്റശ്ശേരി സ്കൂളിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ദേശീയ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ മഹത്തായ സന്ദേശം തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് MLA സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സമാധാനവും രാഷ്ട്രസ്നേഹവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഓരോ മനുഷ്യരും പൗരന്മാർ അവരുടെ വ്യത്യസ്തതകൾ മറന്ന് ഒന്നായിത്തീരുന്ന ഒരു നിമിഷം കൂടിയാണ് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നമുക്ക് സ്വായത്തമാക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ ഓർമ്മകളുടെ ഭാഗമാണ്. നിരവധിയായ രാജ്യസ്നേഹികളും ദേശസ്നേഹികളും അവര് കയ്യും മെയ്യും മറന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി പ്രായവ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് നേടിയെടുത്ത ചോര ചിന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഓരോ തലമുറയും അത് കുട്ടികൾക്കായി പായസ വിതരണം നടത്തിയതിനുശേഷം ചിറക്കൽപ്പടി ജംഗ്ഷനിലേക്ക് സ്വാതന്ത്ര്യദിന ഘോഷയാത്ര നടന്നു. SPC, NSS, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, JRC വോളണ്ടിയേഴ്സ് നേതൃത്വം നൽകിയ റാലിയിൽ 500ഓളം പേർ പങ്കെടുത്തു. ചിറക്കൽപ്പടി ജംഗ്ഷനിൽ കുട്ടികൾ സ്വാതന്ത്ര്യം എന്ന തെരുവു നാടകവും നടത്തി. പ്രഭാതം തേടി നമുക്കിറങ്ങാം. ഭാരതിൽ ചേരും നമ്മോടൊപ്പം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട ഗുസ്തി താരം മനേഷ്, ബിഷപ്പിനായി ജീവൻ ബലി കൊടുത്ത മധു, അറ്റുപോയ ഓർമ്മകളുമായി ജോസഫ് മാഷ്, അതായിരുന്നു കൂടപ്പാട്ടിലെ ഉണ്ണി. വോട്ട് ചെയ്ത് നിങ്ങൾ കുട്ടിച്ചോറാക്കിയ ഇന്ത്യയിൽ ഞങ്ങൾ കുട്ടികൾ, ഞങ്ങൾ തോട്ടികൾ ഒരു യാത്ര ആരംഭിക്കുന്നു. കൂടെ കൂടണമെന്നില്ല, അനുഗ്രഹം വേണ്ട, നിയമത്തിന്റെ കള്ളക്കുരുക്കഴിഞ്ഞ് വഴിമുടക്കാതിരുന്നാൽ മതി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുന്നത് അറിയാവുന്നതാണ് ഗാന്ധി. ബ്രിട്ടീഷുകാർക്കെതിരെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അവരോട് പൊരുതുമ്പോഴും ജാതി വ്യവസ്ഥക്കെതിരെ പോരാടാൻ ഇന്ത്യ രാജ്യം നമ്മുടെ മോദി നൽകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, സ്വാതന്ത്ര്യങ്ങൾ എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നുള്ള വിമോചനമാണ്. കേവലം രാഷ്ട്രീയ അധികാരത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ തരം സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, സ്ത്രീകൾ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും അടിച്ചമർത്തപ്പെട്ടവരും പുരുഷന്റെ ആധിപത്യത്തിന് കീഴിൽ കഴിയുന്നവരും ഗാന്ധിജി അതുകൊണ്ടാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന ഒരു സ്വപ്നത്തോടെ ഗാന്ധിജിക്കുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കും സ്വാതന്ത്ര്യം വേണം എന്ന മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ മാനുഷികത സ്വപ്നം കണ്ടവരാണ് ഗാന്ധി. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്ന ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിങ്ങൾ കുട്ടികളും
ഞങ്ങൾ മുതിർന്നവർ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ അധികാരം കിട്ടിയെന്നുള്ളത് മാത്രം പോലെ എല്ലാത്തരം അസ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുന്നു. കുട്ടികളും നാട്ടുകാരും ചേർന്ന് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നമ്മളെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നിൽ. PTA പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് മൈക്കിൾ ജോസഫ്, ഹെഡ്മാസ്റ്റർ പി മണികണ്ഠൻ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ്, NSS പ്രോഗ്രാം ഓഫീസർ S അനിൽകുമാർ, ഗൈഡ് ക്യാപ്റ്റൻ ദിവ്യ അച്യുതൻ, സ്കൌട്ട് മാസ്റ്റർ H അനീസ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ L വസന്ത, M ജ്യോതിശ്രീ, ഡോക്ടർ P സുരേഷ് ബാബു, KC മുരുകൻ, KS സുനേഷ്, അബ്ദുൾ നാസർ, ലീഡർമാരായ V അജിൻ, MR നിരഞ്ജൻ, അനുശ്രീ, JP ജിതൻ, അക്സ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.